ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മ രാവിലെ ഓടാറിങ്ങിയേക്കണാണ്. അപ്പോൾ ഒരു 9 മണി ആവാറായിട്ടുണ്ട്, 8:50. അപ്പോൾ ഇന്ന് നമ്മ എത്ര രൂപ ഫ്യൂവൽ അടിക്കേണ്ടി വരും, എത്ര രൂപ എൻ ചെയ്യാൻ പറ്റും, എത്ര കിലോമീറ്റർ ഓടേണ്ടി വരും, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട്. ഞാനിവനും കൂടി രാവിലെയും രാത്രിയായിട്ട് ഓടണത്. ഇവൻ നൈറ്റ് ഓടും. അപ്പോൾ അവൻ്റെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ഫുൾ ടാങ്ക് CNG അടിച്ചിട്ടാണ് പിന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഞങ്ങൾ പമ്പിലേക്ക് വന്നേക്കണേ. രാത്രി ഓട്ടം എന്താണ് അവസ്ഥ? രാത്രി ഓട്ടം ട്രാഫിക് കുറവാണ്, അതുകൊണ്ട് ഓടിക്കാൻ കുറച്ച് സുഖമാണ്. പിന്നെ പെർ കിലോമീറ്റർ ചാർജ് കുറച്ച് കുറവായിരിക്കും. അതായത് ഒരു 15, 16, 18 ആ ഒരു റേഞ്ചിലാണ് കിട്ടുന്നത്. പിന്നെ എന്താ വെച്ചാല് മെയിനായിട്ട് ട്രാഫിക് തന്നെ, അതുകൊണ്ട് സുഖമാണ്, നല്ല സുഖമാണ്. അല്ല ബ്ലോക്ക് ഒന്നും ഉണ്ടാവില്ല. പീക്ക് ടൈം എന്നാലും രാത്രി ആണെങ്കിലും കിട്ടുമല്ലോ, കുറച്ചു നേരം കിട്ടുമല്ലോ പീക്ക് ടൈം. കുറച്ചു നേരം കിട്ടും. പിന്നെ ഒരു 12 മണിക്ക് ശേഷം രാവിലെ വരെ നല്ല കാലി റോഡാണ്. എനിക്ക് രാത്രി ഓടിയാ ശരിയാവൂല, നല്ല രീതിക്ക് ഉറക്കം വരും. അങ്ങനെ കുറച്ച് പ്രശ്നമുള്ളത് കൊണ്ടിട്ട് പിന്നെ ഇവന് രാത്രി ഓടണ ഇഷ്ടമെന്നും പറഞ്ഞുകൊണ്ടിട്ട് അങ്ങനെ ഞാൻ ചെയ്യണത്. അപ്പൊ ഒരു 12 മണിക്കൂർ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഓടണം. ഇപ്പൊ രാവിലെ 10 മണിക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ രാത്രി 10 മണിയാകുമ്പോൾ വന്ന രീതിയിൽ അപ്പോൾ കുറച്ച് നേരത്തെ പീക്ക് ടൈം കിട്ടും. അല്ലെങ്കിൽ ഇപ്പൊ 8 മണിക്കാണ്, ഇപ്പൊ ഇന്നിപ്പോ 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 9 മണിക്ക് വന്നിട്ട് 9 മണി മുതൽ രാവിലെ 9 മണി വരെ ഓടുന്ന രീതിയിൽ. അപ്പൊ അങ്ങനെ മെയിനായിട്ട് അത്ര ഇതൊന്നും നോക്കാനില്ല. മാക്സിമം നമ്മ ആ ഒരു ട്രിപ്പൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അഡ്ജസ്റ്റ്മെന്റിലൊക്കെ അങ്ങോട്ട് പോണ്, അത്രേ ഉള്ളു. പിന്നെ മോർണിംഗ് നമ്മളൊരു 10 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ ബ്ലോക്കിൽ വേസ്റ്റ് ആയി പോകും. രാവിലെ അപ്പൊ ബ്ലോക്ക് ഉണ്ട്. നൈറ്റ് ആകുമ്പോൾ അതേപോലെ ഈവനിങ് തന്നെ അവസ്ഥ. ഈവനിങ്ങും രാവിലത്തെ അത് നോക്കാനാണെങ്കിൽ നല്ല ബ്ലോക്ക് ഉണ്ട്. രാത്രിയാണെങ്കിൽ കുറച്ച് ബെറ്റർ. പിന്നെ എനിക്ക് ഉറക്കം നിൽക്കൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടിട്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുള്ളത് കൊണ്ടിട്ടാണ് മെയിനായിട്ട്. അപ്പൊ നമുക്ക് ഇന്ന് എത്ര രൂപ CNG അടിക്കണത്? പമ്പിലിരിക്കണ പമ്പില. അപ്പോ എത്ര രൂപ CNG വരും, എത്ര കിലോമീറ്റർ ഓടേണ്ടി വരും, എത്ര രൂപ ഇന്നത്തെ എൻ്റെ ഏണിങ്സ് എത്ര രൂപ ഒപ്പിക്കാൻ പറ്റും, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് നോക്കാം. CNG ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ, ഓടാൻ 0 ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോ എത്ര അടിച്ചെന്ന് ഞാൻ കാണിക്കാൻ പറഞ്ഞല്ലോ. അവൻ ഫുൾ ടാങ്ക് ആക്കിയിട്ട് എനിക്ക് തന്നെ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യാറ്. ഓടി വരാൻ നേരത്ത് വണ്ടി കൊടുക്കാൻ നേരത്ത് ഫുൾ ടാങ്ക് ആക്കി കൊടുക്കണം. അപ്പൊ ഞാൻ ഓടി തീർത്ത് കഴിയാൻ നേരത്ത് ലാസ്റ്റ് അടിക്കാൻ നേരത്തെ എത്ര രൂപ അടിക്കേണ്ടി വന്നെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഞാൻ എന്തായാലും കാണിക്കാം. നമ്മുടെ അക്കൗണ്ട് ഓൺ ആക്കാൻ വേണേ ഇപ്പൊ തന്നെ ട്രിപ്പ് വരും. ഓൺ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഓൺ ചെയ്ത അപ്പ ട്രിപ്പ് അടുത്താണെന്നോ 1 കിലോമീറ്റർ. അപ്പൊ എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് 9 കിലോമീറ്റർ ഓടാണ്ടായത്, 191 രൂപ കിട്ടിയേക്കണത്. അടുത്ത ട്രിപ്പ് വന്ന വഴിക്ക് തന്നെ അടിച്ചിട്ടുണ്ട്. ഇതണ്ട ഇവിടെ നിന്ന് 350 മീറ്റർ. ഓൺ ദ വേ തന്നെ ഇങ്ങനെ ട്രിപ്പ് അടിച്ചിരിക്കും. ട്രിപ്പിന് ഒരു ക്ഷാമവും ഇല്ല. രാത്രി ആണേലും രാവിലെ ആണേലും. രാത്രി ഒരു 2 മണി തൊട്ട് 4 മണി വരെയും ചെറിയൊരു ലാഗ് വരുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അതെ, അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. ഇവര് മലയാളികളായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് നമ്പറൊക്കെ ചോദിച്ചു. പക്ഷെ നമുക്കിങ്ങനെ ഇതില് ഓടണോണ്ടിട്ട് വേറെ പേഴ്സണൽ ഓട്ടം നടക്കൂല നാട്ടിലെ പോലെ. അതെ, അടുത്ത ട്രിപ്പ് എടുക്കാൻ പോണേ. വീണ്ടും ഒരു മലയാളിയായിരുന്നു. അപ്പൊ ആ ട്രിപ്പിൽ നമുക്ക് കിട്ടിയേക്കണം 362 ചേട്ടാ. ടോട്ടലി 553 2 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത്. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഉള്ള ഏരിയയിലേക്കായിരുന്നു. പക്ഷെ ബന്നാർഘട്ട എന്ന് പറഞ്ഞത് ഒരു സിറ്റി പോലത്തെ ഏരിയ ആണ്. പക്ഷേ ഇത് അങ്ങനെ കണ്ടോണ്ടാണ് എടുത്തത്. ഇത് പക്ഷെ ഇച്ചിരി ഉള്ള ഏരിയ ആണ്. അപ്പൊ ഇനിയിപ്പോ ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും ഉള്ള ഏരിയയിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഡെസ്റ്റിനേഷൻ നമ്മുടെ ഏരിയയിലേക്ക് സെറ്റ് ചെയ്തിടാം. അപ്പൊ അല്ലെങ്കിൽ പിന്നെ നമ്മ ഇനി ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോയി കഴിഞ്ഞാൽ പണിയാവും. കോറമംഗല അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങോട്ടുള്ള ട്രിപ്പായിരിക്കും നമുക്ക് കൂടുതൽ കിട്ടണം. അല്ലെങ്കിൽ എഴുതി കാണിക്കും ഔട്ട് സൈഡ് ഓഫ് സിറ്റി എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും. അപ്പൊ അങ്ങനെയാണ്. പതിയെ ഓടിച്ചു നോക്കാന്നിട്ട് എനിക്ക് തോന്നണ ഇവിടെ ഒരു സൂ ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ അവര് ബാംഗ്ലൂരൊക്കെ ഒന്ന് കറങ്ങാൻ വന്നേക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ സിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുള്ള ഏരിയയാണ്. എന്നാലും നമുക്ക് അപ്പൊ തന്നെ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ച് ചിലപ്പോ ഇത്തിരി സ്ലോ ആകുമെന്ന്.
പക്ഷെ അപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ കിട്ടി. അതെ, അത് പിക്ക് ചെയ്യാൻ വേണ്ടി പോണേ 10 മിനിറ്റാ. പക്ഷെ ഒരു 4.7 കിലോമീറ്റർ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പിക്ക് ചെയ്യട്ടെ. അതൊരു ചെറിയ ട്രിപ്പായിരുന്നു, അത് ക്ലോസ് ചെയ്ത് വന്ന വഴിക്ക് തന്നെ വേറൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ടായി. കറക്റ്റ് ആയിട്ട് ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ അത് ക്യാൻസൽ ചെയ്തവര്. അപ്പൊ എനിക്ക് ക്യാൻസലേഷൻ ഫീ ചെയ്യണ്ട 60 രൂപ. നമ്മുടെ അവിടെ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ 20 രൂപ ആ റേഞ്ചൊക്കെ ക്യാൻസലേഷൻ ഫീ കിട്ടുന്നത്. ഇവിടെ ഒരു മിനിമം 60 രൂപ ഒക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് ഇതിനു മുമ്പും കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ. അപ്പോ അത് ക്യാൻസൽ ആയെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ 3-4 ട്രിപ്പ് വന്നു. അപ്പൊ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 1.4 കിലോമീറ്റർ അങ്ങോട്ട് കാണിക്കണം. നമ്മിപ്പോ ഇങ്ങോട്ട് വന്ന ട്രിപ്പ് ഒരു 4 കിലോമീറ്റർ പോയി പിക്ക് ചെയ്തിട്ട് 4 കിലോമീറ്റർ പോകാനുണ്ടായത്. ഇപ്പൊ ഇത് ക്യാൻസൽ ആവണതിന് മുമ്പ് പോയി എടുക്കട്ടെ. അങ്ങനെ ആ ട്രിപ്പ് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ലാസ്റ്റ് ട്രിപ്പിൽ കിട്ടിയത് 338 രൂപ. ടോട്ടല് 1084 രൂപ 4 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തേക്കണത്. അപ്പൊ ഇത് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിലേക്കാണ്. അപ്പൊ എനിക്കിപ്പോ ഒന്ന് കോറമംഗല മടിവാള റൂമിന്റെ അവിടെ പോയിട്ട് ഫ്രണ്ടായിട്ടൊന്ന് ചെറിയൊരു പർച്ചേസിനൊക്കെ പോകാനുണ്ട്. അപ്പോ അങ്ങോട്ട് ഞാൻ ഡെസ്റ്റിനേഷൻ ട്രിപ്പ് വെയിറ്റ് ചെയ്തിരിക്കണാണ്. കിട്ടിയ കൊള്ളാം പെട്ടെന്ന്. എന്നിട്ട് പിന്നെ കുറച്ചു നേരം ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് ഓർത്തിട്ടാ ഒരു 4 മണിയൊക്കെ ആകുമ്പോ. ഇപ്പൊ ട്രിപ്പ് കിട്ടിയ രക്ഷപ്പെട്ട് അങ്ങോട്ട്. അപ്പോ അങ്ങനെയൊക്കെയാണ്. നോക്കണം, ചിലപ്പോ പ്ലാൻ മാറ്റും, ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണോണ്ടായിരിക്കും. ഇല്ലെങ്കിൽ ഇവിടെ വരുമ്പോ തന്നെ ഇങ്ങനെ മഴ പെയ്യണ പോലെ ഇങ്ങനെ നല്ല രീതിക്ക് ട്രിപ്പ് ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. ഔട്ട് സൈഡ് സിറ്റി അല്ല കാണിച്ചത്. അപ്പോ ആ ഏരിയയിലേക്ക് തന്നെ ആയിരിക്കും തോന്നുന്നു. എന്തായാലും ചെറിയ ട്രിപ്പാണ്. പിക്കാട് ഒരു ചെറിയ ട്രിപ്പ് കിട്ടിയുണ്ടായി, അത് ക്ലോസ് ചെയ്ത്. അപ്പൊ അടുത്ത ട്രിപ്പ് എടുത്തത് 100 രൂപ 2 കിലോമീറ്റർ സംതിങ് ഓടാണ് അത്. അത് കഴിഞ്ഞപ്പോ അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, അതൊരു 300 സംതിങ് കാണിച്ചത്. നോക്കട്ടെ. അങ്ങനെ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് അതില് 342 രൂപ കിട്ടിയാണ്. ടോട്ടലി 1532 രൂപ ഉണ്ട്. സമയം ഇപ്പൊ ഒരു 2:45 ആയിട്ടുണ്ട്. അപ്പോ വന്ന വഴിക്കുന്നത് ഓൾറെഡി അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഫ്രണ്ടിന്റെ കൂടെ ഒന്ന് പുറത്തു പോകാനുള്ളൊരു പ്ലാൻ ഉള്ളതുകൊണ്ടിട്ട് ഇനി എന്തായാലും അത് കഴിഞ്ഞിട്ട് ഓൺ ചെയ്യാല്ലാന്ന് ഓർത്തിട്ടാ. ഇപ്പൊ 2:45 ആയിട്ടുണ്ട്. ഇനി ഒരു 4 മണിയൊക്കെ ആകുമ്പോ ഓൺ ചെയ്യാന്ന് ഓർത്തിരിക്കണേ. അക്സെപ്റ്റിംഗ് റേറ്റ് കുറയണ്ടല്ലാന്ന് ഓർത്തിട്ട് കസ്റ്റമർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്തിട്ട് അവര് ക്യാൻസലും ചെയ്യുന്നില്ല. പണിയാ പതിയെ, അല്ലെങ്കിൽ ഞാൻ തന്നെ ക്യാൻസൽ ചെയ്യേണ്ടി വരും. എന്തായാലും ഇപ്പൊ ഓഫ്ലൈൻ ആക്കാൻ പോണേ. ഇത് ക്യാൻസൽ അവർ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓഫ്ലൈനിലാക്കും. അപ്പോ ഇപ്പൊ ഓടിയേക്കണത് 71 കിലോമീറ്റർ. അപ്പൊ ഇനി കുറച്ച് പൈസ നല്ലോട്ടവും ഓടും ചിലപ്പോ ഇതില്. അപ്പോ മിക്കവാറും ഇപ്പൊ ക്യാൻസൽ ആവും, ഇല്ലെങ്കിൽ ഞാൻ പതിയെ ക്യാൻസൽ ചെയ്യാന്ന് ഓർത്തിരിക്കണേണ്. അപ്പോ ഇനി ബാക്കിയപ്പോ ഫുഡൊക്കെ കഴിച്ച് പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് നോക്കാം. അപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്ക് ഒരു 6 മണി ആവാറായിട്ടുണ്ട്. ഓൺലൈനിലാവാൻ പോണേ. ഇപ്പൊ തന്നെ ട്രിപ്പ് അടിക്കേണ്ടതാണ്. വെയിറ്റ് ചെയ്യാം. ഓൾറെഡി അടിച്ചിട്ടുണ്ട്. 15 കിലോമീറ്റർ പോവാള. അപ്പോ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പോട്ടെ. പെട്ടെന്ന് തന്നെ അടിച്ചിട്ടുണ്ട. നമ്മ ഓൺ ചെയ്തിട്ട് ഇപ്പൊ ഒരു 2 മിനിറ്റ് പോലും ആയിട്ടില്ല. 1.7 കിലോമീറ്റർ ആണ് പിക്ക് ചെയ്യാനുള്ളത്. എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ. അങ്ങനെ ആ ട്രിപ്പ് ക്ലോസ് ചെയ്ത് അതിലൊരു 310 രൂപ ഉണ്ട്. അപ്പൊ ഞാൻ ഇത് ഓഫ്ലൈൻ ആക്കിയിട്ടേക്കണ പറഞ്ഞല്ല, ഇവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും അടിക്കണേന്ന് അറിയില്ല. അവിടെ നിന്ന് ഒരു 18 കിലോമീറ്റർ ഉണ്ടായി ഇങ്ങോട്ട്. 1 അവർ എടുത്ത്. നമ്മ 6 മണിയൊക്കെ ആയപ്പോ സ്റ്റാർട്ട് ചെയ്തത് 7:15. അപ്പൊ ഇനിയിപ്പോ ഇതില് ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ 2 മണിക്കൂറത്തേക്ക് ഈ ഏരിയയിലേക്കുള്ള ട്രിപ്പ് കിട്ടും നമുക്ക്. അപ്പൊ അതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഇല്ലെങ്കിൽ നമ്മ വേറെ ഏത് ഏരിയയിലേക്ക് പോകുമെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ ഓഫ് ചെയ്തിട്ട് വേറൊന്നുമല്ല, ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടാ ഓഫ് ചെയ്തിട്ടാ. ഔട്ട് സൈഡ് സിറ്റി ആണെങ്കിൽ കാണിക്കും നമുക്കിത്. ട്രിപ്പ് ഓൺ ചെയ്തപ്പോ തന്നെ വന്നിരിക്കണ. അപ്പൊ ഇങ്ങോട്ട് വന്ന വഴിക്കും ഇത് അടിച്ചോണ്ടിന്ന് വെച്ച്. അപ്പോ ഇത് ഔട്ട് സൈഡ് സിറ്റി കാണിച്ചിട്ടില്ല, ശിവാജി നഗർ അങ്ങോട്ടാണ്. അപ്പോ അതെടുക്കാം. ഇവിടെ നിന്ന് 1 കിലോമീറ്ററുകൾ. എന്തായാലും അത് പിക്ക് ചെയ്യട്ടെ. അക്സെപ്റ്റിംഗ് റേറ്റ് കുറവായതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തിട്ട് വെച്ചത്. ഇനിയിപ്പോ കറങ്ങി തിരിഞ്ഞ് 2 മണിക്കൂർ നമുക്ക് ആ ഏരിയയിലേക്കുള്ള ആ ഭാഗത്തേക്കുള്ള ട്രിപ്പ് കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഏതോ ഒരു ഉള്ള ഏരിയയിലാണ് ഉള്ളത്. അപ്പോ എന്തായാലും അതും കൂടി പിക്ക് ചെയ്യട്ടെ.
ലാസ്റ്റ് ക്ലോസ് ചെയ്ത ട്രിപ്പിൽ നിന്ന് 244 രൂപയാണ് കിട്ടിയത്. 8 കിലോമീറ്റർ ഉണ്ടായത് കണ്ട. ഇപ്പൊ അവിടെ നിന്ന് തന്നെ ഈ ശിവാജി മാർക്കറ്റ് നഗർ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് ഇപ്പൊ ഡ്രോപ്പ് ഉണ്ടായത്. അവിടെ നിന്ന് തന്നെ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. മിക്കവാറും പെട്ട് വന്ന് വന്നിട്ടുണ്ട്. നല്ല ക്രൗഡ് അതിന്റെ ഇടയിൽ കൂടെ ഓടിച്ചിട്ട് പോകും. എന്തായാലും പോയി നോക്കട്ടെ. ഇതേണ്ട ഇപ്പൊ നമ്മ ആ നേരത്തെ ഇട്ടതിന്റെ ഡെസ്റ്റിനേഷൻ ടൈം ഔട്ട് ആയിട്ടുണ്ട്. ഇത് കോറമംഗല ആ സ്ഥലമാണ്. ഇത് കണ്ട ഇവിടെ ഫുള്ളി പബ്ബും ഇതാണ്. കുറെ പബ്ബൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോ ഫൈനലി ഞാൻ ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോട്ടല് 2627 രൂപയാണ് ഞാൻ ചെയ്തേക്കണം. ഒരു 10 കാലമായിട്ടുണ്ട്. വെള്ളയെന്ന് പറഞ്ഞാൽ കോറമംഗല ആ ഒരു ഏരിയയിലാണ്. അപ്പോ ഇവിടെ ഫുള്ള് പബ്ബും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ. അപ്പൊ ഇതേണ്ട നല്ല തിരക്കുണ്ട്. ഇപ്പൊ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അടി വന്നിരിക്കണേ. അപ്പൊ എന്റെ CNG കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട്. ഇതാണ് അപ്പൊ എന്തായാലും ഞാൻ ഫസ്റ്റ് പമ്പിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. എന്നിട്ട് വണ്ടി കൊണ്ടേ കൊടുക്കണം. അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ടി വന്നേക്കണേ. 131 കിലോമീറ്റർ. പിന്നെ ഇത് ഞാൻ വേറെ ഒരാവശ്യത്തിന് അങ്ങോട്ട് പോയപ്പോ അങ്ങനെ ഒരു 5-6 കിലോമീറ്റർ വെറുതെ ഓടി. അപ്പോ ആ കിലോമീറ്ററിൽ നമ്മൾ ഏൺ ചെയ്തേക്കണ എമൗണ്ട് 2627 രൂപ. അപ്പോ ഇപ്പൊ ഇത് വേണ്ട നല്ല ക്യൂ ആണ്. CNG അടിക്കാൻ വെയിറ്റ് ആണ്. ഫുൾ ടാങ്ക് 759 രൂപ. 8 കിലോ കയറിയുണ്ട്. അങ്ങനെ പമ്പി കയറി CNG ഒക്കെ അടിച്ച് ഒരു അരമണിക്കൂറോളം പോസ്റ്റ് ആയി എന്തായാലും. കാരണം നമ്മ അടിക്കണ പമ്പിന്ന് അവിടെ ക്ലോസ് ചെയ്തിട്ട് വെച്ച്. ഇവിടെ അപ്പോ നല്ല തിരക്കാർന്ന്. അപ്പോ ഇവിടെ പിന്നെ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇനി ഈ വണ്ടിക്ക് ഇച്ചിരി മൈലേജും കുറവാന്ന് തോന്നുന്നു. ചിലപ്പോ ഈ ട്രാഫിക്കിൽ ഇങ്ങനെ ഓടിക്കണതിന്റെ ആയിരിക്കും. അപ്പോ ഒരു 750 രൂപ ആ റേഞ്ചിൽ CNG അടിച്ച് ഒരു 2700 ആ റേഞ്ചിൽ നമ്മ ഓടിയിട്ടുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. പിന്നെ ആ ഒരു 3 മണിക്കൂർ ഇതിന്റെ ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ടുണ്ടായി. ഒരു 3 മണി തൊട്ട് 6 മണി വരെ ഓടിയിട്ടുണ്ടായില്ല. അപ്പൊ ആ സമയം കൂടി ഓടിച്ചെങ്കിൽ ഒരു 10,000 മേലെ ഓടാൻ പറ്റിയാനേ ചിലപ്പോ. അപ്പോ ഞാൻ അങ്ങനെയൊക്കെ കാര്യങ്ങള്. പിന്നെ ഇപ്പൊ എനിക്ക് വണ്ടി കൊണ്ടേ അവന് കൊടുക്കണം. ഞാൻ ഇച്ചിരി ലേറ്റ് ആയി. അപ്പോ അത് കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ അത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകും. പിന്നെ ഇപ്പൊ ഇതില് CNG കൂടാണ്ട് നമുക്കൊരു ചെറിയ റെന്റ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഡൗൺ പേയ്മെന്റ് ഞാൻ ഇവിടെ 11,000 രൂപ കൊടുത്തിട്ടല്ല വണ്ടി എടുത്തത്. കാരണം ഞാൻ ഇവിടെ 1-2 ആഴ്ച ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാണ് വണ്ടി എടുത്തത്. അപ്പൊ ഞാൻ എൻ്റെ ഒരു ചെറിയ എമൗണ്ടേ മേടിച്ചിട്ടുള്ളത് ഈ അഡ്വാൻസ് ആയിട്ട്. അപ്പോ ഡെയിലി റെന്റ് ഇവിടെ ഡെയിലി റെന്റ് ആയിട്ട് കിട്ടും. ഒരു 500 ആ റേഞ്ചിലൊക്കെ ഡെയിലി റെന്റ് കിട്ടും. അപ്പൊ അങ്ങനെ എടുക്കണേ കുറച്ച് ബെറ്റർ. കുറെ പ്ലാൻ ഉണ്ട് ഇവിടെ. അപ്പോ അത്രയൊക്കെയല്ല ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാൻ പതിയെ റൂമിലേക്ക് പോകണേണ്. അവിടെ അവന് കൊണ്ടുപോയി പെട്ടെന്ന് വണ്ടി കൊടുക്കണം. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം.